ഇവിടെ സാധ്യത എന്തായാലും സരി 100% ജയിക്കും, അത് വേറെ വിഷയം. പക്ഷെ നിങ്ങൾ കാത്തിരുന്ന സന്ദീപ് വാര്യർ അപ്പുറത്ത് പോയി. സന്ദീപ് വാര്യറിന് ഞങ്ങൾ ആരും കാത്തിരുന്നിട്ടില്ല. ഇത്രയും തീവ്രവാദപരമായിട്ടുള്ള സംസാരിച്ച ഒരാളിനെ മതനിരപേക്ഷത്തിന് മുൻപിൽ മാപ്പ് പറഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ പാർട്ടിയിലേക്ക് വരും എന്ന് പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ ഞങ്ങൾ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യം. ഞങ്ങളോട്ട് വരാനൊരു മനുഷ്യന് ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ കൊണ്ടുവരണ്ടേ? ഞങ്ങൾക്ക് അതിന് ആവശ്യമില്ല. അങ്ങനെ വർഗീയത പറഞ്ഞ് നടക്കുന്ന ഒരാളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് ചുമന്ന് നടക്കുന്നവർ ചുമന്ന് നടക്കട്ടെ. പിന്നെ എന്തിനാണ് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വിളിച്ചത് എ കെ ബാലൻ? അതായത് കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നുള്ള അവസ്ഥയിലാണ് LDF. നിലപാട് പറഞ്ഞാട്ടെ. ഇവിടെ സരിൻ ജയിക്കും, 100% സരിന് അനുകൂലമായിട്ടുള്ള ട്രെൻഡാണ്. സന്ദീപ് വാര്യരെ പോലും കളം മാറ്റിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്കല്ലേ നടത്തിയത്. ഇന്നേ വരെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്ന ഏറ്റവും പൊളിറ്റിക്കലായിട്ട് നിലപാടുള്ള ഒരാളാണ് സരിൻ. ഈ സന്ദീപിനെ പോലെ അല്ല എന്നുള്ളത് ഇവിടെ കൂടി നിൽക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും. സന്ദീപ് അല്ല സരിൻ. സെക്രട്ടേറിയറ്റ് പൂട്ടി പോകുമ്പോൾ താഴെ എടുക്കാൻ മറക്കരുതെന്ന് മുഖ്യമന്ത്രി ഉപദേശിച്ച ആളാണ് ഇപ്പൊ LDF-ന്റെ സ്ഥാനാർത്ഥി. നടത്തിയാലും വർഗീയതയ്ക്കെതിരായിട്ടുള്ള കടുത്ത നിലപാട് കഴിഞ്ഞ കാലങ്ങളിൽ സരിൻ എടുത്തിട്ടുണ്ടെന്നുള്ള പൊളിറ്റിക്കൽ നിലപാടുണ്ട്. സന്ദീപിനെ നമുക്ക് തുലനം ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അല്ല, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് എന്ത് അടിസ്ഥാനമാണ് പറയാനുള്ളത്? സ്വന്തം പ്രസ്ഥാനത്തിന് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് ജയിക്കുക ഗതികോടൊന്നും CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് വന്നിട്ടില്ല ചേട്ടാ. അതൊന്നും നമ്മുടെ പാർട്ടിക്ക് വന്നിട്ടില്ല. സ്വന്തം പ്രസ്ഥാനത്തിന് ജയിക്കാൻ വേണ്ടി 1.5 ലക്ഷത്തോളം വ്യാജ ID കാർഡ് ഉണ്ടാക്കിയിട്ട് അജിത്തിന്റെയും സൂര്യന്റെ ഒക്കെ വിജയന്റെ ഒക്കെ ID കാർഡൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് വന്ന ഒരു സ്ഥാനാർത്ഥിക്ക് പാലക്കാട് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ കേസ് ഇപ്പൊ എന്തായി? അന്വേഷണത്തിലാണല്ലോ. 10 മാസമായിട്ട് ഒരു അനക്കമില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കും. രാഹുൽ മാങ്കുടത്തിനെതിരെ ഒരു FIR പോലും ഇന്ന് വരെ തെളിയിച്ചിട്ടില്ല. ഉണ്ടോ? തെളിയിച്ചിട്ടുണ്ടോ? രാഹുൽ മാങ്കുടത്തിനെതിരെ ഒരു FIR പോലും ഇന്ന് തെളിയിച്ചിട്ടില്ല. ഉണ്ടോ? ആരാ ഭരിക്കുന്നത്? ആരാ ആഭ്യന്തരമന്ത്രി? ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ. എന്തേ? ഒരു മിനിറ്റ്, ഈ വ്യാജ ഐഡന്റിറ്റി കാർഡിന് ഉണ്ടാക്കിയ ആളിനെ കണ്ടിട്ട് തന്നെയാണ് കോൺഗ്രസിൽ എത്ര വിക്കറ്റ് പോയി എന്നുള്ളതും കൂടെ നിങ്ങൾ ആലോചിക്കും. ആയിക്കോട്ടെ, നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? സരിനിയും എന്റെ സംശയമല്ല. ഒരു നിമിഷം, നിങ്ങൾ കോൺഗ്രസിന് അനുഭാവിയല്ലേ? നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിനെ രാജ്യദ്രോഹി എന്ന് വിളിച്ച ഒരാളെ കോൺഗ്രസ് സ്വീകരിക്കാൻ പാടുണ്ടോ? അദ്ദേഹം തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വന്ന ഒരു മനുഷ്യ കള്ളനാണെങ്കിൽ കള്ളത്തരം മാറി കുറെ കാലം ചെയ്താലും മാറി വന്ന അയാളെ സ്വീകരിക്കണ്ടേ? എന്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല? കള്ളം മാനസാന്തരം വന്നാൽ പോലീസാക്കരുത്. പോലീസാക്കൂല. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്ത് അതിൽ നിന്ന് തിരിച്ചു വന്നാൽ ആ മനുഷ്യനെ നമ്മൾ ഇരുകൈ നീട്ടി സ്വീകരിക്കണ്ടേ? രണ്ട് നയമാണ് ഇവർക്ക്. അപ്പൊ എന്താ പറഞ്ഞത്? ആദ്യമായിട്ട് ഇവരല്ല ആദ്യം അയാളെ ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ കോംറേഡ് എന്നാണ് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? ഇപ്പോ CPM-ലേക്കാണ് പോയതെങ്കിൽ അദ്ദേഹം വിശുദ്ധനായിട്ടുണ്ടാവും. അത് തന്നെ, വേറെന്ത് സംശയം? നിലപാട് എന്ന് പറയുന്ന സാധനം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് പാർട്ടിയിലേക്ക് സ്വീകരിക്കാത്തത്. നിലപാട് ഇല്ലാത്ത ഉളുപ്പില്ലാത്ത ആൾക്കാരെ സ്വീകരിക്കട്ടെ. ആദ്യം ആരാണ് ക്രിസ്റ്റൽ ക്ലിയർ എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ഞങ്ങളാണോ? അതായത് ഇവിടുത്തെ അവസ്ഥ പാലക്കാട് ആര് ജയിക്കും? ഇവിടെ രാഹുൽ മാങ്കൂട്ടം ജയിക്കും. ഉറപ്പാണ്. സന്ദീപ് വാര്യർ വന്നപ്പോ കുറച്ചുകൂടി ആവേശം അല്ലേ? ഓക്കെ, എന്താണ് ഒരു നിമിഷം ചേട്ടാ, എന്താ സാധ്യത? മാങ്കൂട്ട് ജയിക്കും. എന്തുകൊണ്ട്? ഈ സന്ദീപ് വന്നോണ്ട് എന്താ ഗുണം? മാങ്കൂട്ട് ജയിക്കും, UDF ജയിക്കും. ഇങ്ങനെ ആൾക്കാരൊക്കെ ഈ പാർട്ടി മാറുന്നതായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. സന്ദീപ് വാര്യർ ഇപ്പൊ മാറി കോൺഗ്രസ് പോയി അറിഞ്ഞായിരുന്നോ? നേട്ടമാണോ കോട്ടമാണോ കോൺഗ്രസിന്? കോൺഗ്രസിന് നേട്ടമാണ്. സാധാരണ മതേതരം തെറ്റാണ് പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു വരണു. തെറ്റ് തിരുത്തി വർഗീയതയിൽ നിന്ന് തിരിച്ചു വരണു. ആര് വന്നു? സന്ദീപ് വന്നു. സന്ദീപിനെ സ്വീകരിച്ച് തെറ്റില്ല. സന്ദീപിനെ സ്വീകരിച്ചതിൽ തെറ്റല്ല. കട്ടി ഉറത്തല്ല, മരിക്കുന്നവരെ കള്ളനായിരിക്കില്ല. അവൻ ജീവിക്കാൻ അനുവദിച്ചു കൊടുക്കണം. പ്രാവശ്യം തെറ്റ് വന്നോ തിരുത്തി ജീവിക്കുക പറയുന്നുണ്ട്. ഇടതുപക്ഷം ജയിക്കുന്ന പറയുന്നുണ്ട്. കഴിഞ്ഞ 2 നിയമസഭ തെരഞ്ഞെടുപ്പിലും 3-ാം സ്ഥാനത്താണ്. NN കൃഷ്ണദാസ് മത്സരിച്ചടക്കം. വട്ടിയൂർക്കാവിൽ 3-ാം സ്ഥാനത്തോട്ട് 1-ാം സ്ഥാനത്തോട്ട് വന്നു. LDF തെരഞ്ഞെടുപ്പിലും 3-ാം സ്ഥാനത്താണ്. അങ്ങനത്തെ ഒരു പാർട്ടി 1-ാം സ്ഥാനത്ത് എത്തുന്നത് വളർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. എന്താ ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു എന്താ ഒരു അവസ്ഥ? നമ്മൾ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് നിരീക്ഷിക്കാൻ. അതായത് സന്ദീപ് വാര്യരെ പോലെയുള്ള ഒരാളെ കോൺഗ്രസ് സ്വീകരിച്ചതിനോട് താങ്കളുടെ അഭിപ്രായം എന്താ? സന്ദീപ് വാര്യരെ പോലെ ഒരാളെ കോൺഗ്രസ് സ്വീകരിച്ചു, എന്താണ് അഭിപ്രായം? ശരിയല്ല. അത് എന്തുകൊണ്ട് ശരിയല്ല? അത് കോൺഗ്രസ് പാർട്ടിയിൽ വന്നുകൊണ്ട് പറയുകയാണെങ്കിൽ മൂപ്പര് അങ്ങനത്തെ ഓരോ പ്രസംഗങ്ങൾ നടത്തിയതാണ്. വളരെ തീവ്ര വർഗീയ പ്രസംഗങ്ങളാണ്. കോൺഗ്രസിന്റെ സംസ്കാരത്തിന് ചേരുന്നതല്ല. പക്ഷെ അദ്ദേഹം മനസ്സ് തിരുത്തി വന്നതാണെങ്കിലോ
വിദ്വേഷത്തിന്റെ കടയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് ഒരു മനുഷ്യബന്ധം സ്വീകരിക്കണ്ടേ? അങ്ങനെ പറഞ്ഞില്ല, ആ നിലപാട് പറഞ്ഞില്ലല്ലോ. ആ നിലപാട് പറഞ്ഞു. ഏയ് പറഞ്ഞിട്ടില്ല, നമ്മള് ശ്രദ്ധിച്ചില്ലല്ലോ. ശ്രദ്ധിച്ചു, അങ്ങനെ പറഞ്ഞു. ചെയ്യുന്നതാണ് ഞങ്ങൾ നാട്ടിൽ ചെയ്യുന്നത്. അദ്ദേഹം സ്നേഹത്തിന്റെ കട തേടി പോയിട്ടില്ല, പോയിട്ടില്ല. ഇപ്പോഴും വിദ്വേഷത്തിന്റെ കട തേടിയാണ്. ആ തലത്തിൽ നിൽക്കണേ. എന്തായാലും